அவ இந்த ஊரை ஏமாத்தலாம், இந்த உலகத்தை ஏமாத்தலாம், ஆனால் എന്നെ மட்டுം ഏമാത്ത முடியாது. ക്ലോപ്പിൻ്റെ സ്ഥിരം പരിപാടിയായ അണ്ടർഡോഗ് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 1-2 ആഴ്ചയായിട്ട് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് ടൈറ്റിൽ ചലഞ്ചറാണ്, അതുപോലെ തന്നെ യുണൈറ്റഡിനെ ഭയക്കണം, ഭയം തീർക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് തല്ലുന്നതിന് മുമ്പുള്ള തലോടലാണ്. എനിക്ക് തോന്നുന്നില്ല റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു യുണൈറ്റഡ് ഫാനും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ശരി ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. അവരാരും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ പോയി ഈ ഒരു സാഹചര്യത്തിൽ ജയിക്കും എന്നുള്ളത്. അത്രയും മോശം ഫോമിലാണ് സ്ക്വാഡ് ഉള്ളതെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു ഇൻറ്റൻ്റൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഹാപ്പി എന്ന് തന്നെ പറയാം. ഇപ്പോൾ എന്തായാലും ടീമുകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 പേരൊക്കെ എനിക്ക് തോന്നുന്നില്ല യുണൈറ്റഡ് ഫാൻസ് ആണെന്ന് തോന്നുന്നില്ല കമൻസിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിരുന്നു, എന്താണ് ബേണിനെതിരെയുള്ള വീഡിയോ എന്താണ് മുക്കിയത് അങ്ങനെയുള്ള കാര്യമൊക്കെ ചോദിച്ചിരുന്നു. എനിക്കിത് മാത്രമല്ല പണി, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബിസിനസ്സും തിരക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് യാതൊരു ഒബ്ലിഗേഷനും ഇല്ല. തോറ്റ് കഴിയുമ്പോൾ വീഡിയോ ഇടണമെന്നോ അല്ലെങ്കിൽ വീഡിയോ ഇടണമെന്നുള്ള യാതൊരു ഒബ്ലിഗേഷനും എനിക്കില്ല. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ഇടും, എനിക്ക് മൂടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും, അത്രയേ ഉള്ളൂ. സോ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ടീമുകളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ലിവർപൂളിനെ പറ്റി തന്നെ പറയാം. ലിവർപൂൾ ഇപ്പോൾ നിലവിൽ 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഫോമിലും ഓവറോൾ കളിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ മത്സരങ്ങൾ വിജയിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒലയുടെ അണ്ടറിൽ ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടി ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, അതുപോലെ തന്നെ ഒലയുടെ അണ്ടറിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചില സമയത്ത് 1 ഗോളിന് 2 ഗോളിനൊക്കെ താഴെ പോയാലും തിരിച്ചു വരുന്ന ഒരു ഇത് മെൻറ്റാലിറ്റിയൊക്കെ നമ്മൾ കാണിച്ചിരുന്നു എന്ന് പറയുന്ന പോലത്തെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ ലിവർപൂൾ ഒരു എന്താ പറയുക പെർഫെക്റ്റ് ടീം അല്ലെങ്കിൽ പെർഫെക്റ്റ് ഫുട്ബോളൊന്നും അല്ല അവർ കാഴ്ചവെക്കുന്നു. അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ, പക്ഷേ അവർ വിജയിക്കുന്നുണ്ട്. അത് ആ ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, അവർ വിജയിക്കുന്നുണ്ട്, അവർക്ക് ആ ഒരു മൊമെൻറ്റും ഉണ്ട്, ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ ചില പ്ലെയേഴ്സൊക്കെ ഭയങ്കര ഫോമിലാണ്. ഇപ്പോൾ ആലിസൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ സീസണിലെ തന്നെ ഏറ്റവും മികച്ച വേൾഡിലെ ഗോൾ കീപ്പറെന്ന് അദ്ദേഹത്തിന് തന്നെ വിളിക്കാം. അത്ര നല്ല ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹം ടീമിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള മത്സരത്തിലൊക്കെ ആണെങ്കിലും അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് ടീമിന് വിജയമൊക്കെ സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ ഇതിന് മുന്നത്തെ മത്സരം എന്ന് പറയുന്നത് യൂണിയൻ SG ആയിട്ടായിരുന്നു. ആ മത്സരത്തിൽ ലിവർപൂൾ തോറ്റു. അതൊരു എന്താ പറയുക ഒത്തിരി താരങ്ങൾക്ക് റെസ്റ്റൊക്കെ കൊടുത്ത മത്സരമാണ്. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ലിവർപൂളിൻ്റെ കാര്യങ്ങൾ. ഫുൾഹാമൊക്കെ അവിടെ ചെന്നിട്ട് 2-3 ഗോളൊക്കെ ആൻഫീൽഡിലൊക്കെ പോയി അടിച്ചിരുന്നത് അങ്ങനെ സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ലിവർപൂളിന് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതൊന്നും വലിയ കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഫോം അങ്ങനെയാണല്ലോ, ആദ്യം പറഞ്ഞ പോലെ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ അൺഅവൈലബിൾ 11 നോക്കി, അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ ടീം തന്നെയാണ്. കസമീറോ, മാർഷ്യൽ, ബ്രൂണോ ഇല്ല, ലിൻഡലോഫ് ഇല്ല, മഗ്വേർ ഇല്ല, മൗണ്ട് ഇല്ല, അങ്ങനെ ഒത്തിരി താരങ്ങൾ നമുക്ക് അൺഅവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നാളെ സെൻട്രൽ ബാക്ക് കളിക്കാൻ പോകുന്ന ആരാന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം. ചിലപ്പോൾ വരാനും ലൂക്ക് ഷോ ആയിരിക്കും, അതല്ലെങ്കിൽ വരാനും ജോണിക്കുട്ടനും ആയിരിക്കും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഫുൾ ടൈം തികയ്ക്കുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും ഒരാൾ ഇഞ്ചുറി ആയിട്ട് കയറിപ്പോകും, ചിലപ്പോൾ 2 പേര് ഇഞ്ചുറി ആയിട്ട് കയറിപ്പോകും, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെൻട്രൽ ബാക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര തിന്നാണ്. മഗ്വേറിന് ഇഞ്ചുറി കൂടി വന്നതോടുകൂടി തന്നെ. അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇഞ്ചുറി ക്രൈസിസും അതുപോലെ തന്നെ അൺഅവൈലബിലിറ്റിയൊക്കെ ഉണ്ട്, വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. വലിയ മാർജിനിൽ തോക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സമനിലയായി കിട്ടിക്കഴിഞ്ഞാൽ അത് അത്രയും ഡബിൾ ഹാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു 3 ഗോളിനൊക്കെയാണ് അല്ലെങ്കിൽ 3+ ഗോളിനൊക്കെയാണ് തോക്കുന്നതെങ്കിൽ മിക്കവാറും ടെൻഹാഗിന് സാക്കിലേക്ക് തന്നെ പോവും. ഇപ്പോൾ ഒത്തിരി മത്സരം അടുപ്പിച്ച് തോറ്റല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകും. അപ്പോൾ നാളെ മിക്കവാറും ടെൻഹാഗിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാണെന്ന് തോന്നുന്നുണ്ട്. ജോസെ പോയതാണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയായിരുന്നു, ലിവർപൂളിനെതിരെ തോറ്റപ്പോഴായിരുന്നു. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.